സാബി അലോൺസോ പോലെ ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മാനേജറിനെ റയൽ മാഡ്രിഡിൽ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ച റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാബി അലോൺസോയുടെ റയൽ മാഡ്രിഡിലെ അധ്യായം അവസാനിച്ചിരിക്കുന്നു. റിപ്പോർട്ടൊക്കെ അനുസരിച്ച് രണ്ടുപേരും മ്യൂച്വലി ഉള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് വെച്ചിട്ട് അല്ലെങ്കിൽ മ്യൂച്വൽ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സാബി റയൽ മാഡ്രിഡിനെ വിട്ട് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 മത്സരങ്ങൾ നിങ്ങൾ നോക്കുക, ആ ഓരോ മത്സരങ്ങളുടെയും തൊട്ട് മുന്നേ വരുന്ന റിപ്പോർട്ട്സൊക്കെ എന്ന് പറയുന്നത് ഈ മത്സരം തോറ്റാൽ സാബി പുറത്താകും. അങ്ങനെ ഓരോ മത്സരത്തിനും മുന്നേ റിപ്പോർട്ട്സ് വരുന്നുണ്ടായിരുന്നു. അത് ഈ സൂപ്പർ കോപ്പ ദ എസ്പാനിയയുടെ തൊട്ട് മുന്നേ വരുന്നുണ്ടായിരുന്നു, ഈ മത്സരം ബാർസയോട് തോറ്റാൽ സാബി പുറത്താകുമെന്ന്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ മാനേജ്മെൻറ്റ് സാബിയെ പുറത്താക്കാൻ തയ്യാറല്ലായിരുന്നു. അവർക്കറിയാം സാബി സ്ട്രഗിൾ ചെയ്യുക, സാബിയുടെ ഫുട്ബോൾ കളിക്കാൻ ഈ ഒരു ടീം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സാബിക്ക് പറ്റിയ പ്ലെയേഴ്സ് ഇവിടെ ഇല്ല. ഫസ്റ്റ് ടീം പ്ലെയേഴ്സിലെ പലരും ഇൻജേർഡ് ആകുന്നു, ബാക്ക് ലൈനിൽ ഡിഫൻസിൽ കളിക്കാൻ ആൾക്കാരില്ല, മിഡ്ഫീൽഡിൽ നിന്ന് ആൾക്കാർ വന്ന് കളിക്കുന്നു, അതുകൊണ്ട് മിഡ്ഫീൽഡ് വീക്കാകുന്നു. എംബാപ്പെ പോലെ റയൽ മാഡ്രിഡിൻ്റെ നെടുന്തൂൺ അല്ലെങ്കിൽ യൂറോപ്യൻ ടോപ്പ് സ്കോറർ പരിക്കാകുന്നു. അങ്ങനെ പരിക്കുകളുടെ പ്രശ്നങ്ങൾ, സാബി അലോൺസോയുടെ സ്റ്റൈലിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ മാനേജ്മെൻറ്റിന് മനസ്സിലാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവർ സാക്ക് ചെയ്തില്ല. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സ് സാബി അലോൺസോ പോലത്തെ ഒരു കോച്ച് പുള്ളി ആഗ്രഹിക്കുന്ന ഫുട്ബോള് കളിക്കാൻ അല്ലെങ്കിൽ പുള്ളിയുടെ രീതികളുമായിട്ട് അഡ്ജസ്റ്റ് ആകാൻ ഒരു തരത്തിലും അവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വിട്ടുവീഴ്ചയ്ക്കൊന്നും അവർ തയ്യാറാകുന്നില്ല. അവരുടെ ഈഗോസിനും കാര്യങ്ങൾക്കും ഒക്കെയാണ് അവർ മുൻഗണന നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാബി അലോൺസോ ഒരു വിലയില്ലാത്ത മനുഷ്യൻ, ആ ഒരു വിലയില്ലാത്തൊരു മനുഷ്യനെ പോലെ സാബി അലോൺസോയ്ക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അപ്പോൾ അത് എത്ര കാലം സഹിച്ചിങ്ങനെ മുന്നോട്ട് പോകാം? കാരണം നമ്മൾ പബ്ലിക്കായിട്ട് നമുക്കറിയാം വിനീഷ്യസിനെ സബ് ചെയ്യുമ്പോഴുള്ള വിനീഷ്യസിൻ്റെ പൊട്ടിത്തെറിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ കൂടാതെ കിലിയൻ എംബാപ്പെ, ഇപ്പോൾ ഈ ഒരു സാക്കിങ് വന്നപ്പോൾ മുതൽ എംബാപ്പയുടെ ഒരു വീഡിയോ വൈറലായി വരുന്നുണ്ട്. കാരണം ഇന്നലെ സൂപ്പർ കോപ്പ ദ എസ്പാനിയ ബാർസലോണ ജയിക്കുന്നു. ഇപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ പ്ലെയേഴ്സ് മെഡലൊക്കെ കളക്ട് ചെയ്യാൻ പോകുന്നു. അവർക്ക് ആ ഒരു ഗാർഡ് ഓഫ് ഓണർ ബാർസലോണയുടെ പ്ലെയേഴ്സ് കൊടുക്കുന്നുണ്ട്. തിരിച്ച് ബാർസലോണ ട്രോഫി ലിഫ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് റയൽ മാഡ്രിഡ് വേണം അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ഗാർഡ് ഓഫ് ഓണറിന് വേണ്ടി പ്ലെയേഴ്സിനോടൊക്കെ പോയിട്ട് സാബി അലോൺസോ പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് ഗാർഡ് ഓഫ് ഓണർ നിരന്ന് നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മച്ചാൻ കിലിയൻ എംബാപ്പെ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എല്ലാവരും പോരട്ടെ, എന്നെ പിന്തുടർന്ന് നമുക്ക് ഡ്രസ്സിങ് റൂമിലേക്ക് പോകാം. അപ്പോൾ ആ രീതിയിൽ പബ്ലിക്കായിട്ട് സാബിയെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ ഒരു മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് വന്നു. സാധാരണ നമുക്കറിയാം കിലിയൻ എംബാപ്പയുടെ കറുത്ത കരങ്ങൾ വർക്ക് ചെയ്യുന്നത് ബിഹൈൻഡ് ദ സീൻസാണ്. ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ ഇങ്ങനത്തെ പ്രവർത്തികളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളോ ഒന്നും പുള്ളി വന്ന് പറയാറില്ല. അല്ലെങ്കിൽ വിനീഷ്യസിനെ പോലെ ഇങ്ങനത്തെ പൊട്ടിത്തെറിയും കാര്യങ്ങളോ ഒന്നും പുള്ളി പബ്ലിക്കായിട്ട് നടത്തത്തില്ല. പുള്ളിയുടെ കളികളൊക്കെ ക്യാമറയുടെ പുറകിലാണ്, ഡ്രസ്സിങ് റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഏജൻറ്റ് വഴി. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പുള്ളിയുടെ കളികൾ പുള്ളി കളിക്കാറ്. ഇന്നലെ ആ ഒരു സംഭവം നടത്തി അത് ക്യാമറയിൽ കിട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ സൂത്രധാരന്മാർ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. വിനീഷ്യസ്, എംബാപ്പെ അടങ്ങുന്ന ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സിങ് റൂം, ഇതിനെ മാനേജ് ചെയ്യാൻ സാബി അലോൺസോ അല്ലെങ്കിൽ ഇവന്മാരുടെ ഈഗോസിനും ടോക്സിസിറ്റിക്കും മുന്നിൽ സാബി അലോൺസോ അടിയറവ് പറഞ്ഞു, തോൽവി സമ്മതിച്ചു, അങ്ങനെ പടിയിറങ്ങി പുറത്തേക്ക് പോയി. നമുക്കെല്ലാവർക്കും അറിയാം റയൽ മാഡ്രിഡിൽ എംബാപ്പെ വന്നപ്പോൾ മുതൽ വിനീഷ്യസ് അസ്വസ്ഥനാണ്. കാരണം പുള്ളിക്ക് ആ ഒരു മെയിൻ മാൻ എന്നുള്ള ആ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടു. എംബാപ്പെ വന്നപ്പോൾ എംബാപ്പയാണ് മെയിൻ മാൻ. കാരണം എംബാപ്പയ്ക്കുള്ള ഒരു സ്റ്റാച്ചർ പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എംബാപ്പെ സ്കോർ ചെയ്യുന്നുണ്ട്. ട്രോഫി ജയിക്കുന്നില്ലയോ എന്നുള്ളതല്ല, പുള്ളി സ്കോർ ചെയ്യുന്നുണ്ട്. യൂറോപ്യൻ ടോപ്പ് സ്കോറർ ആകുന്നു, റയൽ മാഡ്രിഡിൻ്റെ ടോപ്പ് സ്കോറർ ആകുന്നു. അപ്പം ലൈം ലൈറ്റ് ഫുള്ള് ഇവനെ ഫോക്കസ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെ
വിനീഷ്യസിന് ഇത് സഹിക്കുന്നില്ല. അത് വിനീഷ്യസിൻ്റെ പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നു. സബ് ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല. എന്നാ പറയുന്നത്, ഫാൻസുമായിട്ട് പോയിട്ട് കൊമ്പ് കോർക്കുന്നു. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ DP ഫാൻസുമായിട്ട് കൊമ്പ് കോർത്തിട്ട് നേരെ പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പിക്ചർ മാറ്റുന്നു. റയൽ മാഡ്രിഡിൻ്റെ പിക്ചർ മാറ്റി ബ്രസീലിൻ്റെ ഫോട്ടോ ഇടുന്നു. അങ്ങനെ ഒരു തുറന്ന യുദ്ധത്തിന് വിനീഷ്യസ് തയ്യാറായി നിൽക്കുന്നു. അപ്പുറത്ത് എംബാപ്പെ എന്ന് പറയുന്ന മനുഷ്യൻ, നമുക്കറിയാം PSG പുള്ളി കാണിച്ചു കൂട്ടിയ കുറേ പരിപാടികൾ. ഞാൻ പറഞ്ഞ പോലെ പുള്ളിയെ ഇങ്ങനെ ആക്റ്റീവായിട്ട് നമുക്ക് ക്യാമറയുടെ മുന്നിൽ പുള്ളിയുടെ അക്രമങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ ക്യാമറയുടെ പുറകിൽ പുള്ളി വിറപ്പിക്കും, പുള്ളി തീരുമാനിക്കും. PSG പുള്ളി തീരുമാനിക്കും ആരെ സൈൻ ചെയ്യണം, അല്ലെങ്കിൽ ആരിവിടെ കോച്ച് ചെയ്യണം. ഇതൊക്കെ പുള്ളിയായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം റയലിൽ വന്നിട്ടും പുള്ളിയുടെ ആധിപത്യം തുടരുന്നു. ഇന്നലെ തന്നെ പുള്ളി എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ അറിയാം അവിടുത്തെ മെയിൻ ആൾ ആരാണെന്ന്. അപ്പം അങ്ങനെ വിലയില്ലാത്തവനായിട്ട് സാബി അലോൺസോയ്ക്ക് ഇവിടെ തുടരാൻ താല്പര്യമില്ല. നമ്മുടെ എംബാപ്പയുടെ ഒരു കാര്യം കൂടെ പറയാം. എംബാപ്പെ PSG എന്ന് പോയോ അന്നാണ് PSG രക്ഷപ്പെട്ടത്. തൊട്ടടുത്ത സീസണിൽ അവർ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു. ഞാൻ റയൽ മുന്നോട്ട് ജയിക്കത്തില്ല എന്നല്ല പറയുന്നത്, പക്ഷേ ഇതുവരെയുള്ള റയലിൻ്റെ അവസ്ഥ നോക്കിക്കോ. എംബാപ്പെ വന്നു കഴിഞ്ഞിട്ട് സ്കോറിങ്ങും കാര്യങ്ങളും, എംബാപ്പയുടെ ഗോൾ സ്കോറിങ്ങൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നു. ഇപ്പോൾ ഏതായാലും സാബി അലോൺസോ പുറത്തായി. സാബി അലോൺസോയെ റീപ്ലേസ് ചെയ്ത് വന്നിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അൽവാരോ ആർബിലോവ എന്ന് പറയുന്ന റയൽ മാഡ്രിഡിൻ്റെ പഴയ കളിക്കാരൻ, ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിൻ്റെ കാസ്റ്റിയയുടെ മാനേജർ. അപ്പം ഈ ഒരു റയൽ മാഡ്രിഡ് കാസ്റ്റിയയുടെ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു ലീഗിലെ പെർഫോമൻസ് ഒക്കെ നോക്കിയാൽ അവരുടെ ലീഗ് പോയിൻറ്റ്സ് ടേബിളിൽ 4ാമത് നിൽക്കുന്ന ടീമാണ് റയൽ മാഡ്രിഡ് കാസ്റ്റിയ. അപ്പോൾ ആ ഒരു റയൽ മാഡ്രിഡ് കാസ്റ്റിയയുടെ അല്ലെങ്കിൽ ഈ ഒരു അൽവാരോ ആർബിലോവയുടെ ലാസ്റ്റ് 4-5 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 2 ജയം 2 തോൽവി 1 സമനില. പുള്ളിയുടെ ഏറ്റവും അവസാനത്തെ മത്സരം പുള്ളി തോറ്റിട്ടുണ്ട്. അപ്പോൾ ഈ സീസണിൽ ഇതുവരെ 19 മത്സരങ്ങളാണ് റയൽ മാഡ്രിഡ് കാസ്റ്റിയ ഈ ഒരു അൽവാരോ ആർബിലോവയുടെ നേതൃത്വത്തിൽ കളിച്ചത്. അപ്പോൾ അതിൽ ആ ഒരു 19 മത്സരത്തിൽ 10 ജയം 8 തോൽവി 1 സമനില, ഇതാണ് റെക്കോർഡ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ അത്ര നല്ല റെക്കോർഡ് ഇല്ലാത്ത ഒരു മനുഷ്യനെയാണ് ഇപ്പം സാബി അലോൺസോയ്ക്ക് പകരം റയൽ മാഡ്രിഡിൻ്റെ മെയിൻ ടീമിനെ കോച്ച് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും ടോക്സിക്കും ഈഗോയിസ്റ്റിക്കുമായിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഇടയ്ക്കോട്ട് ഇങ്ങനത്തെ സാബി അലോൺസോയുടെ വാക്ക് കേൾക്കാത്ത അത്രയ്ക്കും ഈഗോയിസ്റ്റിക്കായിട്ടുള്ള ഇവന്മാരുടെ നടുവിലോട്ടാണ് ഈ ഒരു മനുഷ്യനെ ഇവരെ ഉന്തിത്തള്ളി വിടുന്നത്. അപ്പം ഇവൻ്റെ വാക്ക് കേൾക്കും എന്ന് നമ്മൾ വിശ്വസിക്കണോ? അപ്പം റിപ്പോർട്ട്സൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അൽവാരോ ആർബിലോവ എന്ന് പറയുന്ന ഈ ഒരു കോച്ച് ആഞ്ചലോട്ടിയുടെ രീതികളെ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ആഞ്ചലോട്ടിയുടെ രീതികളെ ഫോളോ ചെയ്ത് റയൽ മാഡ്രിഡിൽ സക്സസ് ആകാനാണ് പുള്ളി ശ്രമിക്കുന്നത്. ആഞ്ചലോട്ടി എങ്ങനെയാണോ പ്ലെയേഴ്സിനെ മാനേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുള്ളിയുടെ ടാക്ടിക്സ് എന്താണോ, അപ്പോൾ ആ രീതിയിൽ ഒരു സക്സസ് ആകാൻ വേണ്ടിയാണ് പുള്ളി ശ്രമിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. സാബി അലോൺസോയുടെ സാക്കിങ് കഴിഞ്ഞപ്പം മുതൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. ഭയങ്കര ഒപ്റ്റിമിസ്റ്റിക് അല്ലെങ്കിൽ ഭയങ്കര ശുഭാപ്തി വിശ്വാസമുള്ള റയൽ ഫാൻസ് ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ 2015-16 സീസൺ നോക്കിയാൽ ആ ഒരു സമയത്ത് ആദ്യം ആഞ്ചലോട്ടി സാക്ക് ആകുന്നു. അത് കഴിഞ്ഞിട്ട് റാഫ ബെനീറ്റസ് വരുന്നു, പുള്ളിയും സാക്കാകുന്നു. അതിനുശേഷം സിദാൻ വരുന്നു. സിദാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ റയൽ മാഡ്രിഡിൻ്റെ B ടീമിനെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന സിദാൻ വരുന്നു. ബാക്കി ഉള്ളത് ചരിത്രം. അപ്പോൾ ആ ഒരു സെയിം സംഭവമാണ് ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാനാണ് പല റയൽ ഫാൻസിനും താല്പര്യം. ആഞ്ചലോട്ടി സാക്കാകുന്നു, സാബി അലോൺസോ വരുന്നു, പുള്ളിയും സാക്കാകുന്നു. ഇപ്പം റയൽ മാഡ്രിഡിൻ്റെ B ടീം കാസ്റ്റിയയുടെ മാനേജറായിട്ടുള്ള അൽവാരോ ആർബിലോവ വരുന്നു. ഇതൊരു ചരിത്രമായി മാറും എന്നാണ് പലരും വിശ്വസിക്കുന്നത്. മാറട്ടെ. ഈ ഒരു മനുഷ്യൻ പണ്ട് ബാർസയിൽ പെപ് ഗോർഡിയോള അവരുടെ B ടീമിനെ കോച്ച് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അണ്ടർ 19 ടീമിനെയൊക്കെ കോച്ച് ചെയ്തുകൊണ്ടിരുന്ന പെപ് ഗോർഡിയോള വന്നിട്ട് ബാർസലോണയിലും പിന്നെ ലോകത്ത് എവിടെ പോയാലും സക്സസ് ആയി മാറുന്ന ആ തരത്തിലുള്ള ഒരു ജനറേഷണൽ കോച്ചായി മാറി
മാറി പെപ് ഗോർഡിയോള. അപ്പം അങ്ങനത്തെ ഒരു കോച്ചായി മാറാൻ ഈ ഒരു അൽവാരോ അർബിലോയ്ക്ക് കഴിയട്ടെ. അൽവാരോ അർബിലോയ്ക്ക് ഈ ഒരു ടീമിനെ ജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ അടുത്ത സാക്കിങ് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ ആര് മാനേജറായിട്ട് വരും? ഈ ഒരു ടീമിനെയൊക്കെ ഈ ഒരു ഈഗോയെ മാനേജ് ചെയ്യണമെങ്കിൽ എന്നെ സംബന്ധിച്ച് വലിയ പേഴ്സണാലിറ്റികൾ തന്നെ വേണം. സാക്ഷാൽ സിദാൻ തന്നെ ഇറങ്ങണം. പക്ഷേ സിദാൻ ഫ്രഞ്ച് ടീമിനെ കോച്ച് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. അറിയത്തില്ല ഈ പാപ്പാ പെരസ് എന്ത് വില കൊടുത്തും സിദാനെ രംഗത്തിറക്കുമോ. ഈ ഒരു കോച്ച് അർബിലോവ സക്സസ് ആയില്ല എങ്കിൽ സിദാൻ തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ എർഗൻ ക്ലോപ്പ് വരുമോ? എർഗൻ ക്ലോപ്പ് ഒരിക്കലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിവർപൂളിലെ പ്രഷർ തന്നെ പുള്ളിക്ക് ലാസ്റ്റ് ആയപ്പോൾ പുള്ളിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി മാറിയായിരുന്നു. അതുകൊണ്ട് തന്നെ റയലിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, നെക്സ്റ്റ് ലെവൽ. റയലിൻ്റെ അത്രയും പ്രഷറുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബ് എനിക്ക് തോന്നുന്നില്ല ലോകത്തുണ്ടെന്ന്. സിദാൻ തന്നെ തിരിച്ച് വരേണ്ടി വരും. ഇത്തരത്തിലുള്ള ഈഗോസിനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.